കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ തൃതീയ സ്കന്ധത്തിൽ 11-ാം അധ്യായമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കാലപരിണാമ നിരൂപണം അല്ലെങ്കിൽ കാലപരിണാമം എന്നുള്ളതാണ് ഈ 11-ാം അധ്യായത്തിലെ വിഷയം. കാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൈത്രേയ മഹർഷി വിതുരന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിതുര, ദൃശ്യവസ്തുക്കളുടെ ഏറ്റവും സൂക്ഷ്മ ഘടകമാണ് പരമാണു എന്ന് പറയുന്നത്. അതിനെ വിഭജിക്കാൻ സാധ്യമല്ല. ഏറ്റവും അവസാനമായിട്ട് ഒരു വസ്തുവിനെ വിഘടിപ്പിച്ച് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ എത്തിച്ചേരുന്നതിനെയാണ് പരമാണു എന്ന് പറയുന്നത്. അസംഖ്യം പരമാണുക്കൾ കൂടിച്ചേർന്നാണ് ഓരോ സ്ഥൂല വസ്തുക്കളും ഉണ്ടാകുന്നത്. പ്രപഞ്ച വസ്തുക്കളുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഘടകം എന്നുള്ളത് പരമാണുവും ഏറ്റവും വലിയ സ്വരൂപം പരമമഹാനുമാണ്, മഹത്തായിട്ടുള്ളതാണ്. അസംഖ്യം പരമാണുക്കൾ കൂടിച്ചേർന്നിട്ട് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം എന്നതിനാൽ അതിൽ ജാതി വ്യക്തി വിശേഷ ഭേദങ്ങളൊന്നുമില്ല. പ്രപഞ്ചം സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും അനുഭവപ്പെടുന്നത് പോലെ കാലവും സ്ഥൂലം, സൂക്ഷ്മം എന്നിങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അസ്പഷ്ടവും ഈശ്വരൻ്റെ ശക്തിസ്വരൂപവുമായിട്ടുള്ള കാലം സ്ഥൂല പ്രപഞ്ചത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട്. സൂര്യന് പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മ ഘടകമായിട്ടുള്ള പരമാണുവിനെ പ്രകാശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാലത്തെയാണ് പരമാണു എന്ന് പറയുന്നത്. ഈ പരമാണു എന്നുള്ളതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് പറയുന്നു. ഒരു പരമാണുവിനെ പ്രകാശിപ്പിക്കാൻ സൂര്യന് ആവശ്യമായിട്ടുള്ള കാലം, സമയം, അതിനെയാണ് ഒരു പരമാണു എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വ്യാപിക്കുവാൻ വേണ്ടിയിട്ട് സൂര്യൻ എടുക്കുന്ന കാലത്തെ പരമമഹത്ത്, അതായത് ഏറ്റവും വലുതായിട്ടുള്ള കാലം എന്നും പറയുന്നു. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സൂര്യപ്രകാശത്തിന് വ്യാപിക്കാനുള്ളതായിട്ടുള്ള സമയം. അതിനുശേഷം കാലത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് നമുക്കൊരു വസ്തുവിനെ ഭേദിച്ച് ഏറ്റവും വിഭജിക്കാൻ കഴിയാത്ത തലത്തിലെത്തുമ്പോഴാണ് അതിനെ പരമാണു എന്ന് പറയുന്നത്. 2 പരമാണുക്കൾ കൂടിയതിനെയാണ് അണു എന്ന് പറയുന്നത്. ഒരണു എന്ന് പറയും 2 പരമാണുക്കൾ കൂടിയ സമയത്തിന്. 3 അണുക്കൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ത്രസരേണു എന്ന് പറയും. അതാണ് പറയുന്നത് അണുർദ്വൗ പരമാണു സ്യാത് ത്രസരേണു ത്രയസ്മൃത. 2 പരമാണുക്കൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ അണു എന്ന് പറയും. 3 അണുക്കൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ത്രസരേണു എന്ന് പറയും. ജനലിൽ കൂടെയൊക്കെ നമ്മളിടയ്ക്ക് ജനൽ തുറന്ന് രാവിലെയോ വൈകിട്ടോ ഒക്കെ സൂര്യൻ്റെ രശ്മികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൂര്യരശ്മിയിലൂടെ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള പൊടികൾ പറക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ കണ്ണുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടിപടലങ്ങൾ ആ സൂര്യപ്രകാശത്തിൽ പറക്കുന്നത് കാണാൻ സാധിക്കും. ആ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള പൊടികൾ എന്നുള്ളത് അവയാണ് ത്രസരേണു എന്ന് പറയുന്നത്. സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടുള്ളതിനെയാണ് ത്രസരേണു എന്ന് പറയുന്നത്. ഒരു ത്രസരേണുവിൽ 3 അണുക്കളുണ്ട്. അണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പരമാണു കൂടുന്നതിനെയാണ് അണു എന്ന് പറയുന്നത്. അതിൽ ഒരു ഘടകമാണ് പരമാണു, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതിന്. അപ്പോൾ ഈ അതിസൂക്ഷ്മമായിട്ടുള്ള ഈ പൊടിയെ പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ പൊടിയിലൂടെ കടക്കാൻ സൂര്യരശ്മിക്ക് എത്ര സമയം ആവശ്യമുണ്ടോ അതിനെ ത്രസരേണു എന്ന് പറയും. ഒരു കാലത്തെ ത്രസരേണു. 3 ത്രസരേണുക്കൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ത്രുടി എന്ന് പറയും. 100 ത്രുടികൾ കൂടിച്ചേർന്ന സമയം
അതിനെ വേദം എന്നാണ് പറയുന്നത്. 3 വേദങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ഒരു ലവം എന്ന് പറയും. 3 ലവങ്ങൾ കൂടി ചേർന്ന സമയത്തിനെയാണ് ഒരു നിമിഷം എന്ന് പറയുന്നത്. 3 നിമേഷങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ക്ഷണം എന്ന് പറയും. 5 ക്ഷണങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ സമയത്തെ ഒരു കാഷ്ഠ എന്ന് പറയുന്നു. 15 കാഷ്ഠകൾ കൂടി ചേരുന്ന സമയമാണ് ഒരു ലഘു എന്ന് പറയുന്നത്. 15 ലഘുക്കൾ കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു നാഴിക എന്ന് പറയുന്നത്. ഒരു നാഴിക എന്ന് പറയുന്നത് ഈ 15 ലഘുക്കൾ കൂടി ചേരുന്നതാണ്. 2 നാഴിക കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 48 മിനിറ്റാണ് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. 2 നാഴിക സമയം കൂടി ചേരുമ്പോഴാണ് ഒരു മുഹൂർത്തം. 7.5 നാഴിക കൂടി ചേരുമ്പോഴാണ് ഒരു യാമം എന്ന് പറയുന്നത്. 4 യാമങ്ങളാണല്ലോ പകലുള്ളത്. അതായത് ഏകദേശം ഒരു 3 മണിക്കൂർ എന്നാണ് ഒരു യാമത്തെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പം 4 യാമങ്ങളാണ് പകലുള്ളത്, 4 യാമങ്ങൾ രാത്രിയുണ്ട്. ഇങ്ങനെ 8 യാമങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ദിവസം എന്നായിത്തീരുന്നത്. 15 ദിവസങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു പക്ഷം എന്ന് പറയുന്നത്. 2 പക്ഷങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു മാസമാവും. മനുഷ്യരുടെ ഒരു മാസം എന്നുള്ളത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. കറുത്ത പക്ഷം പിതൃക്കൾക്ക് പകലാണ്, വെളുത്ത പക്ഷം രാത്രിയുമാണ്. മനുഷ്യരുടെ 2 മാസങ്ങൾ കൂടിച്ചേരുന്ന സമയമാണ് ഒരു ഋതു എന്ന് പറയുന്നത്. 6 മാസങ്ങൾ കൂടിച്ചേർന്ന സമയത്തെ ഒരയനം എന്ന് പറയുന്നുണ്ട്. ഉത്തരായണം, ദക്ഷിണായനം, ഇങ്ങനെ 2 അയനങ്ങളാണുള്ളത്. ആ 2 അയനങ്ങളും കൂടി ചേരുമ്പോഴാണ് മനുഷ്യർക്ക് ഒരു സംവത്സരമാകുന്ന ഒരു വർഷം. മനുഷ്യരുടെ ഒരു സംവത്സരം എന്ന് പറയുന്നത് ദേവന്മാർക്ക് ഒരു ദിവസമാണ്. ഉത്തരായണം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം രാത്രിയുമാണ്. 100 സംവത്സരമാണ് മനുഷ്യരുടെ ആയുസ് എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ ഇവയുടെ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായ കാലസ്വരൂപനായിരിക്കുന്ന സൂര്യൻ പരമാണുവിൽ ആരംഭിക്കുന്നതും സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതുമായിട്ടുള്ള ഗതി കൊണ്ട് ലോകത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സംവത്സരം എന്നുള്ളത് സൂര്യൻ്റെ ഗതിക്ക് അനുസരിച്ച് കണക്കാക്കി വരുന്ന കാലമാണ്. അതുപോലെ തന്നെ പരിവത്സരം എന്ന് പറയുന്നുണ്ട്. ഈ പരിവത്സരം എന്ന് പറയുന്നത് ബൃഹസ്പതി അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഗതിക്ക് അനുസരിച്ചുണ്ടാകുന്ന വർഷമാണ്. ബൃഹസ്പതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുണ്ടാകുന്ന വർഷമാണ് പരിവത്സരം എന്ന് പറയുന്നത്. ഇടാവത്സരം എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 30 ദിവസം വീതം ഒരു മാസത്തിന് കണക്കാക്കി 12 മാസം കഴിയുന്ന വർഷമാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കണക്ക് പ്രകാരം 30 ദിവസം ഉണ്ടാവണമെന്നില്ല. എന്നാലും 30 ദിവസമാണ് ഒരു മാസത്തിന് എന്ന് കണക്കാക്കി വരുന്നതാണ് ഇടാവത്സരം എന്ന് പറയുന്നത്. അനുവത്സരം എന്ന് പറയുന്നത് ചാന്ദ്രമാസപ്രകാരം വരുന്നതായിട്ടുള്ള വർഷം. വത്സരം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ഗതി അനുസരിച്ച് കണക്കാക്കുന്ന വർഷം. അപ്പോൾ ഇതുപോലെ സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം ഇങ്ങനെ പറയുന്നുണ്ട്. 5 വിധത്തിൽ സംവത്സരത്തെ കണക്കാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജീവജാലങ്ങളിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെയുള്ള അവസ്ഥകൾക്ക് കാരണമായിട്ട് കാലമെന്ന പേരോടുകൂടി തൻ്റെ ശക്തി കൊണ്ട് സൃഷ്ടിക്ക് വിഷയീഭവിക്കാവുന്ന പദാർത്ഥങ്ങളുടെ ഉള്ളിലെ വീര്യത്തെ പല വിധത്തിൽ ഉണർത്തിവിടുന്നവനും യാഗാദികർമ്മങ്ങളുടെ ഫലമാകുന്ന സ്വർഗാദിഫലത്തെ നൽകുന്നവനും മനുഷ്യരുടെ മോഹനിവൃത്തിക്കായി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനും 5 വിധ സംവത്സരങ്ങൾക്കും കാരണഭൂതനുമാണ് സൂര്യദേവൻ. അദ്ദേഹത്തെ എല്ലാവരും ആരാധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വിതുരൻ വീണ്ടും ചോദിക്കുന്നു മൈത്രേയ മഹർഷിയോട്. പിതൃക്കളുടെയും ദേവന്മാരുടെയും മനുഷ്യരുടെയൊക്കെ ആയുസ്സിനെക്കുറിച്ച് പറഞ്ഞു. ഓരോ കൽപ്പത്തിലും സൃഷ്ടിക്കപ്പെടുന്നതാണല്ലോ സ്വർഗം, അന്തരീക്ഷം, ഭൂമി ഇവയൊക്കെ കൂടിച്ചേർന്നതായിട്ടുള്ള ത്രൈലോക്യം. ത്രൈലോക്യത്തിനും മുകളിലുള്ളതായ ജ്ഞാനികളുടെ ആയുസ്സിനെയും പറഞ്ഞു തരണം. കാലസ്വരൂപനായ ഭഗവാന്റെ ഗതിയെ അറിയുന്നവനാണല്ലോ അങ്ങ്. ധീരന്മാരായ അങ്ങയെപ്പോലുള്ളവർ യോഗത്താൽ ലഭിച്ച ജ്ഞാനദൃഷ്ടി കൊണ്ട് പ്രപഞ്ചത്തെ വേണ്ട രീതിയിൽ അറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ജ്ഞാനികളുടെ ആയുസ്സിനെയും ഗതിയെയും പറഞ്ഞു തരണം എന്ന് പറയുന്നു. അപ്പം മൈത്രേയ മഹർഷി അതിന് മറുപടി പറയണം. കൃതം ത്രേതാ ദ്വാപരം കലി.
ഇവയാണല്ലോ 4 യുഗങ്ങളായിട്ടുള്ളത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെ 4 യുഗങ്ങൾ. സന്ധ്യാംശങ്ങളും കൂടി ചേർന്ന് 12,000 ദിവ്യ സംവത്സരക്കാലമാണ് ഈ 4 യുഗങ്ങളുടെ കണക്ക്. അതായത് ദേവന്മാരുടെ ഒരു സംവത്സരത്തെയാണ് ദിവ്യ സംവത്സരം എന്ന് പറയുന്നത്. അതായത് മനുഷ്യരുടെ 360 സംവത്സരം എന്ന് പറയുന്നത്. 4000 ദിവ്യ വർഷങ്ങൾ കൃതയുഗത്തിനും 3000 ദിവ്യവർഷങ്ങൾ ത്രേതായുഗത്തിനും 2000 ദിവ്യവർഷങ്ങൾ ദ്വാപരയുഗത്തിനും 1000 ദിവ്യവർഷങ്ങൾ കലിയുഗത്തിനും ഉണ്ട്. കൃതയുഗത്തിന് 800-ഉം ത്രേതായുഗത്തിന് 600-ഉം ദ്വാപരയുഗത്തിന് 400-ഉം കലിയുഗത്തിന് 200-ഉം ദിവ്യവർഷങ്ങൾ സന്ധ്യാംശങ്ങളായിട്ടും ഉണ്ട്. ഈ സന്ധ്യാംശങ്ങളുടെ ഇടയിലുള്ള കാലത്തെ മാത്രമേ യുഗങ്ങളായിട്ട് കണക്കാക്കാറുള്ളൂ. ആ കാലത്താണ് യുഗധർമ്മം വിധിച്ചിട്ടുള്ളത്. ആ കണക്കനുസരിച്ച് കൃതയുഗം 4000, ത്രേതായുഗം 3000, ദ്വാപരയുഗം 2000-ഉം കലിയുഗം 1000-ഉം ദിവ്യ സംവത്സരങ്ങളാണ്. ഓരോ യുഗത്തിനും ഇടയിൽ വരുന്ന 800, 600, 400, 200 ദിവ്യ സംവത്സരങ്ങളെ സന്ധ്യാംശങ്ങളായിട്ട് കണക്കാക്കേണ്ടതാണ്. സന്ധ്യാംശങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചതുർയുഗത്തിൻ്റെ കാലം 12,000 ദിവ്യ സംവത്സരമാണ് എന്ന് പറഞ്ഞത്. തപസ്, ശൗചം, ദയ, സത്യം എന്നിങ്ങനെയുള്ള 4 പാദങ്ങളോട് കൂടിയതായിട്ടുള്ള ധർമ്മം കൃതയുഗത്തിലുണ്ടാവും, പൂർണ്ണമായിട്ടും ഉണ്ടാവും. ആ ധർമ്മം മറ്റ് യുഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അധർമ്മം കൊണ്ട് കാലംശം വീതം ചുരുങ്ങി വരും. ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നീ 3 ലോകങ്ങൾക്കും മീതെ ബ്രഹ്മലോകം വരെയുള്ളവർക്ക് 1000 ചതുർയുഗം പകലും 1000 ചതുർയുഗം രാത്രിയുമാണ് ഉണ്ടാവുക. മഹർലോകം, ജനലോകം, തപോലോകം, അതുപോലെ തന്നെ സത്യലോകം ഇങ്ങനെയുള്ളതാണ് ഈ ലോകങ്ങൾ. ആ രാത്രി സമയത്ത് ബ്രഹ്മദേവൻ ഉറങ്ങും. ബ്രഹ്മദേവൻ്റെതായിട്ടുള്ള രാത്രി വരുന്ന സമയത്ത്, ആ സമയത്തെ, അതായത് ബ്രഹ്മാവിൻ്റെ നിദ്രാസമയത്തെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. കൽപ്പം കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ പകലിനെ കൽപ്പം എന്ന് പറയുന്നു. ആ കൽപ്പം കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള ബ്രഹ്മദേവൻ്റെ രാത്രി, അത് നൈമിത്തിക പ്രളയം എന്നാണ് പറയുന്നത്. സ്വർഗം, അന്തരീക്ഷം, ഭൂമി ഇങ്ങനെയുള്ള 3 ലോകങ്ങളും ലയിക്കുന്ന സമയമാണ് നൈമിത്തിക പ്രളയം. രാത്രിയുടെ അവസാനത്തിൽ, അതായത് പ്രളയത്തിൻ്റെ അവസാനത്തിൽ ആരംഭിക്കുന്നതായിട്ടുള്ള സൃഷ്ടി ബ്രഹ്മദേവൻ്റെ പകലാകുന്ന ഒരു കൽപ്പം കഴിയുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. ബ്രഹ്മദേവൻ്റെ പകലിൻ്റെ പേരാണ് കൽപ്പം എന്നുള്ളത്. ഈ കൽപ്പത്തിലാണ് സൃഷ്ടികളൊക്കെ നടക്കുന്നത്. ബ്രഹ്മാവിൻ്റെ പകലാകുന്ന ആ കൽപ്പകാലം 14 മനുക്കളുടെ ഭരണകാലമാണ്. ഒരു കൽപ്പത്തിൽ 14 മനുക്കളാണ് ഭരിക്കുന്നത്. 71-ലധികം ചതുർയുഗങ്ങളാണ് ഓരോ മനുവിൻ്റെയും ഭരണകാലം. അതിനെയാണ് മന്വന്തരം എന്ന് പറയുന്നത്. ഓരോ മന്വന്തരത്തിലും പ്രത്യേകം മനുക്കളും അവരുടെ വംശത്തിൽ ജനിച്ചവരും, അതായത് പുത്രന്മാർ, പൗത്രന്മാർ ഇവരൊക്കെയും ഋഷികളും ദേവന്മാരും ഇന്ദ്രന്മാരും അവരെ അനുവർത്തിക്കുന്ന ഗന്ധർവന്മാരും ഒക്കെ ഓരോ മന്വന്തരത്തിലും മാറിക്കൊണ്ടിരിക്കും. ഇത് 3 ലോകങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള ബ്രഹ്മദേവൻ്റെ ദിവസേനുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിൽ കർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടി തിര്യക്കുകൾ, മനുഷ്യർ, പിതൃക്കൾ, ദേവന്മാർ ഇവരുടെയൊക്കെ ഉൽപ്പത്തി ഉണ്ടാവുന്നു. ഓരോ മന്വന്തരത്തിലും ഭഗവാൻ സത്വഗുണത്തെ അവലംബിച്ച് തൻ്റെ തന്നെ സ്വരൂപങ്ങളായ മനുക്കളിലൂടെയും മറ്റും പൗരുഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ സംരക്ഷിക്കുന്നു. പ്രളയത്തിൽ തമോ ഗുണത്തിൻ്റെ അംശത്തെ സ്വീകരിച്ച് എല്ലാറ്റിനെയും സംഹരിച്ച് നിഷ്ക്രിയനായിട്ടിരിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മദേവൻ്റെ രാത്രിയാകുന്ന ആ നൈമിത്തിക പ്രളയത്തിൽ സൂര്യനും ചന്ദ്രനുമൊക്കെ ഇല്ലാതെയായിത്തീരുന്നു. ആ കാലത്ത് ഭൂമി, അന്തരീക്ഷം, സ്വർഗം എന്നിങ്ങനെയുള്ള 3 ലോകങ്ങളും ഭഗവാനിൽ ലയിക്കും. പ്രളയകാലത്ത് സംഘർഷൻ്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്നതായ അഗ്നി കൊണ്ട് 3 ലോകങ്ങളും ദഹിക്കുന്ന സമയത്ത് ഭൃഗു മുതലായ മഹർഷിമാരൊക്കെ മഹർലോകത്തെ ഉപേക്ഷിച്ച് സത്യലോകത്തേക്ക് പോകും. അപ്പോഴേക്കും ഭയങ്കര ശബ്ദത്തോടു കൂടിയതും കൊടുങ്കാറ്റിനാൽ ഇളക്കിമറിക്കപ്പെട്ട തിരമാലകളോട് കൂടിയവയുമായിട്ടുള്ള സമുദ്രങ്ങൾ 3 ലോകങ്ങളെയും മുക്കിക്കളയും. ആ പ്രളയജലത്തിൽ ആദിനാരായണനായ ഭഗവാൻ ജനലോകത്തിലെ മുനികളാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് ആദിശേഷനിൽ യോഗനിദ്രയെ അവലംബിച്ച് ശയിക്കും. 2000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം.
1000 ചതുർയുഗം പകലും 1000 ചതുർയുഗം രാത്രിയും. അങ്ങനെ 360 ദിവസങ്ങൾ കൂടിച്ചേർന്നാൽ ബ്രഹ്മാവിന് 1 വയസ്സാവും. ആ കണക്ക് പ്രകാരം 100 വയസ്സാണ് ബ്രഹ്മദേവൻ്റെ ആയുസ്. 2 പരാർദ്ധങ്ങൾ കൂടിയ കാലമാണ് ഈ ബ്രഹ്മദേവൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ പരാർദ്ധം കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ രണ്ടാമത്തെ പരാർദ്ധം തുടങ്ങിയിട്ടുണ്ട്. അതായത് ബ്രഹ്മദേവന് 50 വയസ്സ് കഴിഞ്ഞു, 51ാമത്തെ വയസ്സ് തുടങ്ങിയിരിക്കുകയാണ്. മുൻപത്തെ പരാർദ്ധത്തിൻ്റെ ആരംഭത്തിൽ ബ്രാഹ്മം എന്ന കൽപ്പുണ്ടായി. വേദസ്വരൂപനായ ബ്രഹ്മദേവൻ ഉണ്ടായത് ആ കൽപ്പത്തിലാണ്. അതുകൊണ്ടാണ് ആ കൽപ്പത്തിന് ബ്രാഹ്മം എന്നുള്ള പേര് വന്നത്. അതിനുശേഷം പാത്മം എന്ന കൽപ്പുണ്ടായി. ആ കൽപ്പത്തിൽ വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്ന് ലോകകാരണമായിട്ടുള്ള താമരപ്പൂവുണ്ടായി. അതിനാൽ അതിനെ പാത്മകൽപ്പം എന്ന് പറയുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൽപ്പം രണ്ടാമത്തെ പരാർദ്ധത്തിൻ്റെ ആദ്യത്തിലുള്ളതാണ്. ഈ കൽപ്പത്തിലാണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചത്. അതുകൊണ്ട് ഈ കൽപ്പത്തിൻ്റെ പേര് വാരാഹകൽപ്പം എന്നാണ്. ബ്രഹ്മദേവൻ്റെ ആയുഷ്കാലമായിട്ടുള്ള 2 പരാർദ്ധക്കാലം പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാന് 1 നിമിഷ നേരമേ ആവുന്നുള്ളൂ. പരമാണു മുതൽ ദ്വിപരാർദ്ധം വരെ വ്യാപിച്ചിരിക്കുന്ന കാലം സർവവ്യാപിയായ ബ്രഹ്മത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളതല്ല. ശരീരം, ഗൃഹം മുതലായതിൽ അഭിമാനിക്കുന്ന ജീവന്മാരെ മാത്രമേ കാലത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ബ്രഹ്മസ്വരൂപത്തെ നിയന്ത്രിക്കാൻ കാലത്തിന് സാധ്യമല്ല. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, ശബ്ദസ്പർശ, രൂപരസഗന്ധങ്ങൾ ഇങ്ങനെയുള്ള 8 തത്വങ്ങളോടും അവയുടെ വികാരങ്ങളായിട്ടുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ ഇവയോടുകൂടി ചേർന്ന് 24 തത്വങ്ങളാണ് ബ്രഹ്മാണ്ഡമായി തീർന്നിട്ടുള്ളത്. 50 കോടി യോജന വലിപ്പമുണ്ട് ഭൂമിക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ 10 ഇരട്ടി ജലത്തിനും, അതിനേക്കാളും 10 ഇരട്ടി അഗ്നിക്കും, അതിൻ്റെ 10 ഇരട്ടി വായുവിനും, വായുവിൻ്റെ 10 ഇരട്ടി ആകാശത്തിനും, അതിൻ്റെ 10 ഇരട്ടി അഹങ്കാരത്തിനും, അതിനേക്കാളും 10 ഇരട്ടി മഹത്തത്വത്തിനും വലിപ്പമുണ്ട്. മഹത്തത്വത്തിൻ്റെ 10 ഇരട്ടി വലിപ്പമാണ് പ്രകൃതിക്ക്. ഭൂമിയെ ജലവും, ജലത്തെ അഗ്നിയും, അഗ്നിയെ വായുവും, വായുവിനെ ആകാശവും, ആകാശത്തെ അഹങ്കാരവും, അഹങ്കാരത്തെ മഹത്തത്വവും, മഹത്തത്വത്തെ പ്രകൃതിയും ആവരണം ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു ബ്രഹ്മാണ്ഡത്തിൻ്റെ വലിപ്പമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങൾ പരമാണുക്കളെപ്പോലെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് ബ്രഹ്മം. എല്ലാത്തിനും മൂലകാരണവും പുരുഷോത്തമനുമായ ഭഗവാന്റെ വാസ്തവസ്വരൂപത്തെ അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞു വരുന്നു. അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവികാരവും ഉപാധികളില്ലാത്തതുമായിരിക്കുന്ന സച്ചിദാനന്ദ തത്വം എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ വാസ്തവ സ്വരൂപത്തെ അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. അതായത് 11ാമത്തെ അധ്യായം. പിന്നീട് 12ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ബ്രഹ്മദേവൻ്റെ പ്രജാസൃഷ്ടിയെക്കുറിച്ചിട്ടാണ് ഈ 12ാം അധ്യായത്തിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്, ഹേ വിതുര, പരമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ കാലശക്തിയെ ഇങ്ങനെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ഇനി ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം, അത് കേൾക്കൂ. ആദ്യമായിട്ട് ബ്രഹ്മാവ് തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം ഇവയാണ് സൃഷ്ടിച്ചത്. ഇവ 5ഉം അവിദ്യയുടെ സ്വഭാവഭേദങ്ങളാണ്. ആത്മസ്വരൂപം അറിയാതായി തീരലാണ് തമസ് എന്ന് പറയുന്നത്, അന്ധകാരം. എന്തന്ധകാരാണ്? നമ്മുടെ അജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ താൻ ആരാണെന്ന് തിരിച്ചറിയാത്തതായിട്ടുള്ള ആത്മസ്വരൂപത്തെ അറിയാതായി തീരലാണ് തമസ്. മോഹം എന്ന് പറയുന്നതോ ശരീരാദികളിൽ ഞാനെന്നുള്ള തോന്നലുണ്ടാവുന്നതാണ് മോഹം. മഹാമോഹം എന്ന് പറയുന്നതാണ് 3ാമത്തത്. വിഷയ അനുഭവങ്ങളിലുള്ള ആഗ്രഹമാണ് മഹാമോഹം എന്ന് പറയുന്നത്. താമിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹത്തിന് തടസ്സം നേരിടുമ്പോഴുണ്ടാകുന്ന ക്രോധത്തിനെയാണ് താമിശ്രം എന്ന് പറയുന്നത്. വിഷയങ്ങളൊക്കെ നശിക്കുമ്പോൾ താൻ തന്നെ നശിച്ചതായി തോന്നുന്നതാണ് അന്ധതാമിശ്രം എന്ന് പറയുന്നത്. പാപാത്മകമായ ഈ സൃഷ്ടിയെ കണ്ടപ്പോൾ ബ്രഹ്മദേവന് സന്തോഷം തോന്നിയില്ല. ബ്രഹ്മദേവൻ ആദ്യത്തെ സൃഷ്ടിക്കുന്നതാണിത്. ആ
സൃഷ്ടികളെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയില്ല. കാരണം അവിദ്യാസൃഷ്ടി ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിനെ മാറ്റി ധ്യാനിച്ച് ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ടാണ് പിന്നീട് ഋഷിമാരെ സൃഷ്ടിക്കുന്നത്. അവരാണ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്നിങ്ങനെയുള്ള മുനിമാർ. അവർ നൈഷ്ഠിക ബ്രഹ്മചാരിമാരും ജന്മനാ തന്നെ ജ്ഞാനസമ്പന്നന്മാരും ആയിരുന്നു. ഇവിടെ വലിയതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് വേദവ്യാസ മഹർഷി. സ്വാഭാവികമായിരുന്ന സമയത്ത് കർമ്മത്തിൽ ആസക്തമായിരുന്നതായിട്ടുള്ള ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തമസും മോഹവും മഹാമോഹവും താമിശ്രവും അന്ധതാമിശ്രവുമാണ് ആദ്യം തന്നെ സൃഷ്ടിക്കുന്നത്. അതായത് വിഷയചിന്തയോടു കൂടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അജ്ഞാന വൃത്തികളാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ ആദ്യം വരുന്നത്. എന്നാൽ അതിനെ മനസ്സിലാക്കി തൻ്റെ അന്ധക്കരണം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം അദ്ദേഹം തപസ് ചെയ്യുന്നു, ഭഗവാനെ ധ്യാനിച്ച് ശുദ്ധമാക്കുന്നു മനസ്സിനെ. ഇപ്പോൾ ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഈ വക കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാൻ സാധിക്കും. ആ മനസ്സ് ശുദ്ധമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള സൃഷ്ടി എന്നുള്ളത്, പ്രവൃത്തി എന്നുള്ളത് ശുദ്ധമായിരിക്കും എന്ന് കാണിക്കുന്നു. ഈ മനസ്സ് ശുദ്ധമാക്കിയതിന് ശേഷം ബ്രഹ്മദേവൻ പിന്നീട് സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി 4 ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാരായി തീർന്നു. അതാണ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ എന്നുള്ളതായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള നൈഷ്ഠിക ബ്രഹ്മചാരിമാരും ജന്മനാ തന്നെ ജ്ഞാനസമ്പന്നന്മാരുമായിട്ടുള്ള 4 മുനിമാർ. അവരോട് ബ്രഹ്മദേവൻ പ്രജാസൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ അവർ മോക്ഷധർമ്മത്തിൽ തൽപരരായിരുന്നു. അതുകൊണ്ട് തന്നെ മോക്ഷപ്രാപ്തിക്ക് തടസ്സമായിട്ടുള്ള സൃഷ്ടികർമ്മത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടായില്ല. അവർ ഭഗവാൻ വാസുദേവനായിരിക്കുന്ന ഭഗവാനിൽ ഉറച്ച ഭക്തിയോടു ആളുകളായിരുന്നു. തൻ്റെ മക്കളായിരിക്കുന്ന സനകാദികൾ തൻ്റെ ആജ്ഞയെ നിരസിച്ച സമയത്ത് ബ്രഹ്മദേവന് അസഖ്യമായിട്ടുള്ള ക്രോധം ഉണ്ടായി. അതിനെ അടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ ബ്രഹ്മദേവൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ആ ക്രോധം സ്വരൂപം സ്വീകരിച്ച് ഒരു ദേവനായിട്ട് പുറത്തേക്ക് വന്നു. എല്ലാ ദേവന്മാർക്കും മുമ്പുണ്ടായതായിട്ടുള്ള ആ ദേവൻ എനിക്ക് പേരും സ്ഥാനങ്ങളും ഒക്കെ തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് ദേവശ്രേഷ്ഠനാണ്, ഒരു സാധാരണ കുട്ടിയെപ്പോലെ കരയരുത്. രോദനം ചെയ്തതിനാൽ അങ്ങ് രുദ്രൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരും എന്ന് പറയുന്നു. ഇപ്പോൾ രോദനം ചെയ്തതുകൊണ്ട് രുദ്രൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ്, ഇങ്ങനെ 11 സ്ഥാനങ്ങൾ ഞാൻ അങ്ങേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മന്യു, മനു, മഹിനസൻ, മഹാൻ, ശിവൻ, ഋതധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ, ഇവയൊക്കെ അങ്ങയുടെ 11 പേരുകളാണ്. ധി, വൃത്തി, ഉശന, ഉമ, നിയുത്സ, ഋപി, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ, ഇവരങ്ങയുടെ പത്നിമാരുമാണ്. ഏകാദശ രുദ്രന്മാരായിട്ട് സങ്കല്പിച്ചിട്ട് പറയുന്നു. അവരെ സ്വീകരിച്ച് അങ്ങ് പ്രജകളെ സൃഷ്ടിക്കൂ, അങ്ങ് പ്രജകളുടെയൊക്കെ പതിയാണ് എന്നിങ്ങനെ പിതാവായ ബ്രഹ്മദേവനാൽ നിർദ്ദേശിക്കപ്പെട്ടതായിട്ടുള്ള രുദ്രൻ തൻ്റെ ബലം, ആകൃതി, സ്വഭാവം ഇവയാൽ തനിക്ക് തുല്യരായിട്ടുള്ള പ്രജകളെയൊക്കെ സൃഷ്ടിച്ചു. രുദ്രദേവൻ സൃഷ്ടിച്ചവരും ലോകത്തെ മുഴുവൻ വിഴുങ്ങത്തക്ക വിധത്തിൽ ഭയങ്കരന്മാരുമായിട്ടുള്ള രുദ്രന്മാരുടെ സംഘത്തെ കണ്ട സമയത്ത് വല്ലാതെ പരിഭ്രമിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രജകളെ സൃഷ്ടിച്ചത് മതി, തീക്ഷ്ണങ്ങളായ നോട്ടത്തെ കൊണ്ട് അവരെ എന്നെപ്പോലും ദഹിപ്പിക്കുന്നത് പോലെ ആണ് ഇരിക്കുന്നത്. എല്ലാവർക്കും സുഖമുണ്ടാവത്തക്ക വിധം അങ്ങ് തപസ് ചെയ്യൂ. തപസ്സുകൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്നതിന് ശേഷം മതി ഇനി പ്രജാസൃഷ്ടി ചെയ്യുന്നത് എന്ന് പറയുകയാണ്. പരമജ്യോതിസ്വരൂപനും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനും എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങുന്നവനുമായിരിക്കുന്ന ഭഗവാനെ തപസ്സുകൊണ്ട് മാത്രമേ പ്രാപിക്കാൻ കഴിയൂ. അതുകൊണ്ട് തപസ് ചെയ്യൂ എന്നിങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് രുദ്രദേവൻ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോയി.
താൻ സൃഷ്ടിച്ചവരെയൊക്കെ തൻ്റെ പാർഷദന്മാരാക്കി കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. രുദ്രൻ്റെ സൃഷ്ടി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മനസ്സ് ശുദ്ധമായതിനു ശേഷം സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ സൃഷ്ടി ശുദ്ധമായി തീരൂ. അതല്ലാത്ത പക്ഷം ഇവിടെ രുദ്രനാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് വന്നു, തനിക്ക് സ്ഥാനം വേണം, ക്രോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ. ആ ക്രോധത്തോടു കൂടിയിട്ട് അവിടെ സൃഷ്ടിച്ചപ്പോഴാണ് ഇങ്ങനെ വികൃതങ്ങളായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ശുദ്ധമായിട്ടുള്ള അന്ധകരണത്തോടു കൂടി വേണം സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാൻ എന്നുള്ളത് പ്രത്യേകം പറയുന്നത്. ഏതാണെങ്കിലും പിന്നെയും സൃഷ്ടികാര്യത്തെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ബ്രഹ്മാവിന് 10 പുത്രന്മാർ ഉണ്ടായി. സങ്കല്പ സൃഷ്ടിയാണ്. അവർ ഭഗവാന്റെ ശക്തിയോടു കൂടിയവരും ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണഭൂതരും ആയിരുന്നു. ആ 10 പേരെന്ന് പറയുന്നത് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ. ഈ 10 പുത്രന്മാരാണ് ഉണ്ടായത്. അവരുടെ സ്ഥാനങ്ങളും പറയുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നാണ് നാരദൻ ഉണ്ടായത്. കാലിൻ്റെ പെരുവിരിൽ നിന്ന് ദക്ഷനുണ്ടായി. പ്രാണനിൽ നിന്ന് വസിഷ്ഠൻ, ത്വക്കിൽ നിന്ന് ഭൃഗു, കയ്യിൽ നിന്ന് ക്രതു, നാഭിയിൽ നിന്ന് പുലഹൻ, കാതുകളിൽ നിന്ന് പുലസ്ത്യൻ, മുഖത്ത് നിന്ന് അങ്കിരസ്, കണ്ണിൽ നിന്ന് അത്രി, മനസ്സിൽ നിന്ന് മരീചി. ഇവരൊക്കെയാണ് ഉണ്ടായത്. ബ്രഹ്മദേവൻ്റെ വലത്തെ സ്ഥാനത്തിൽ നിന്ന് ധർമ്മൻ എന്ന പ്രജാപതി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടാണ് നരനാരായണന്മാർ അവതരിച്ചത്. ബ്രഹ്മാവിൻ്റെ പിൻഭാഗത്തു നിന്ന് അധർമ്മമുണ്ടായി. അധർമ്മത്തിൽ നിന്നാണ് ലോകത്തിന് മുഴുവൻ ഭയത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള മൃത്യു ജനിച്ചത്. ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ നിന്ന് കാമമുണ്ടായി. പുരികക്കൊടികളിൽ നിന്ന് ക്രോധമുണ്ടായി. ചുണ്ടുകളിൽ നിന്ന് ലോഭമുണ്ടായി. മുഖത്ത് നിന്ന് വാഗ്ദേവി ഉണ്ടായി. ശിഷ്ണത്തിൽ നിന്ന് സമുദ്രങ്ങളുണ്ടായി. ഗുദത്തിൽ നിന്ന് പാപത്തിന് ആശ്രയീഭൂതനായിരിക്കുന്ന നിവൃത്തി ഉണ്ടായി. ബ്രഹ്മദേവൻ്റെ നിഴലിൽ നിന്ന് കർദമ പ്രജാപതി ഉണ്ടായി. അദ്ദേഹം ദേവഹൂതിയുടെ ഭർത്താവാണ്. ഈ രീതിയിൽ ഈ ലോകം ബ്രഹ്മദേവൻ്റെ ശരീര അവയവങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ഉണ്ടായതാണ്. തൻ്റെ സൃഷ്ടിയായ സരസ്വതിയെ കണ്ട ബ്രഹ്മദേവൻ ദേവിയുടെ സൗന്ദര്യത്താൽ മോഹിതനായി തീർന്നു. സരസ്വതിക്ക് ബ്രഹ്മാവിനോട് അഭിലാഷമുണ്ടായിരുന്നില്ല എങ്കിലും ബ്രഹ്മാവ് ദേവിയെ കാമിച്ചു. അധർമ്മത്തിൽ ബുദ്ധിവെച്ച പിതാവിനെ കണ്ട് മരീചി മുതലായിട്ടുള്ള പുത്രന്മാർ അദ്ദേഹത്തെ തടുത്തുകൊണ്ട് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഈ മനോഭാവത്തെ നിയന്ത്രിക്കാതെ ഇങ്ങനെ പുത്രിയെ കാമിക്കുന്നത് ശരിയല്ല. ഇപ്രകാരം ഒരു അധർമ്മം മുമ്പ് ആരും ചെയ്തിട്ടില്ല, ഭാവിയിൽ അങ്ങനെ ആരും ചെയ്യുമില്ല. ജഗത്തിൻ്റെ മുഴുവൻ ഗുരുവായ അങ്ങ് മറ്റുള്ളവർക്ക് മാതൃകാപരനായി ജീവിക്കേണ്ടവനല്ലേ? അങ്ങയെ അനുസരിച്ചാൽ നന്മയുണ്ടാവും എന്ന് കരുതി എത്രയെത്ര ജനങ്ങളാണ് അങ്ങയുടെ ആചാരത്തെ പിന്തുടരുന്നത്. മറ്റുള്ളവരുടെ ബഹുമാന ആദരങ്ങൾക്ക് പത്രീഭൂതനായ അങ്ങയുടെ ഈ പ്രവൃത്തി തീരെ ശ്ലാഘനീയമല്ല. ജ്ഞാനപ്രഭാവത്താൽ തന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ച ഭഗവാന് നമസ്കാരം. അവിടുന്ന് തന്നെ വേണം ഈ സന്ദർഭത്തിൽ ധർമ്മത്തെ രക്ഷിക്കാൻ. ഇങ്ങനെ തന്നെ ഉപദേശിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ പുത്രന്മാരുടെ വാക്കുകളെ കേട്ട് ലജ്ജിതനായിട്ടുള്ള ബ്രഹ്മാവ് ആ ശരീരം ഉപേക്ഷിച്ചു. ഭയങ്കരമായ അതിനെ ദിക്കുകൾ സ്വീകരിച്ചു. അതാണ് മൂടൽമഞ്ഞായി തീർന്നത് എന്ന് പറയുന്നു. ബ്രഹ്മാവ് സങ്കല്പം കൊണ്ട് വേറൊരു ശരീരം സ്വീകരിച്ചു. ഒന്നിച്ചു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ലോകങ്ങളെ പണ്ടത്തെ പോലെ ഞാൻ എങ്ങനെ സൃഷ്ടിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നതായ ബ്രഹ്മദേവൻ്റെ 4 മുഖങ്ങളിൽ നിന്നുമായിട്ട് 4 വേദങ്ങളുണ്ടായി. 4 പ്രകാരത്തിലുള്ള ഹോതാക്കളുടെ കർമ്മം, യജ്ഞകർമ്മ വിഭാഗങ്ങളുടെ നിരൂപണം, ഉപവേദങ്ങൾ, ന്യായശാസ്ത്രങ്ങൾ എന്നിവയോടുകൂടിയ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയുള്ള 4 ആശ്രമങ്ങൾ, അവയുടെ ചര്യകൾ ഇവയും ഉണ്ടായി. ഹോതാവ്, ഉദ്ഗാതാവ്, അധ്വർയു, ബ്രഹ്മൻ ഇവയാണ് 4 ഹോതാക്കൾ. സത്യം, തപസ്, ദയ, ദാനം ഇവയാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ. ഋഗ്വേദം ബ്രഹ്മാവ് തൻ്റെ മുൻപിലെ മുഖത്തിൽ നിന്നും, യജുർവേദം വലത്തെ മുഖത്തു നിന്നും, സാമവേദം പിന്നിലെ മുഖത്തു നിന്നും, അഥർവവേദം ഇടത്തെ മുഖത്തു നിന്നും സൃഷ്ടിച്ചു. ശാസ്ത്രം ഹോതാവിൻ്റെയും യജ്ഞ ഉദ്ഗാതാവിൻ്റെയും സ്തുതിസ്തോമം അധ്വർയുവിൻ്റെയും പ്രായശ്ചിത്തം ബ്രഹ്മൻ്റെയും കർമ്മങ്ങളാണ്. യജ്ഞത്തിൽ വരുന്നതാണ് ശസ്ത്രം, യജ്ഞ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അവയെയും കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ മുഖങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, അതായത്
ഗാന്ധർവവേദം എന്ന് പറഞ്ഞ സംഗീതവിദ്യ, സ്ഥാപത്യം എന്ന് പറഞ്ഞ ശില്പവിദ്യ എന്നിങ്ങനെയുള്ള ഉപവേദങ്ങളെ ക്രമത്തിൽ കിഴക്ക് മുതലായത് മുഖത്തു നിന്നും സൃഷ്ടിച്ചു. ഇതിഹാസങ്ങളും പുരാണങ്ങളും അഞ്ചാമത്തെ വേദമാണ്. അവയെ 4 മുഖങ്ങളിൽ നിന്നുമായിട്ട് സൃഷ്ടിച്ചു. മുൻവശത്തെ മുഖത്തു നിന്ന് ഷോഡശി, ഉക്തം ഈ യജ്ഞവിധാനങ്ങളെയും വലത്തെ മുഖത്തു നിന്ന് ചയനം, അഗ്നിഷ്ടോമം എന്നീ കർമ്മങ്ങളെയും പിന്നിലെ മുഖത്തു നിന്ന് ആപ്തര്യോമം, അതിരാത്രം എന്നീ കർമ്മങ്ങളെയും ഇടത്തെ മുഖത്തു നിന്ന് ഗോസവത്തോടുകൂടി വാജപേയ യാഗത്തെയും സൃഷ്ടിച്ചു. വിദ്യ, തപസ്, ദയ, ദാനം എന്നിങ്ങനെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളെയും 4 ആശ്രമങ്ങളെയും ക്രമത്തിൽ കിഴക്ക് മുതലായ 4 മുഖങ്ങളിൽ നിന്നുമായിട്ട് സൃഷ്ടിച്ചു. സാവിത്രം, അതായത് ഉപനയിച്ചതായിട്ടുള്ള അന്നു മുതൽ ഗായത്രി ചൊല്ലി പഠിപ്പിക്കുന്ന 3 ദിവസത്തെ വ്രതത്തിനെയാണ് സാവിത്രം എന്ന് പറയുന്നത്. ആ സാവിത്രം, അതുപോലെ പ്രാജാപത്യം എന്ന് പറയുന്നത് വ്രതചര്യയോട് കൂടിയിട്ട് 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്നത്, അത് പ്രാജാപത്യം. ബ്രാഹ്മം എന്ന് പറയുന്നത്, അതായത് വേദ അധ്യയനം കഴിയുന്നത് വരെയുള്ളത്. ബൃഹത്ത്, ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ടത്. ഇങ്ങനെ ബ്രഹ്മചര്യം 4 വിധത്തിലുണ്ട്. ഉപനയനം കഴിഞ്ഞ് 3 ദിവസം ഉള്ളത്, 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്നത്, വേദാധ്യയനം കഴിയുന്നത് വരെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നത്. ഇങ്ങനെ 4 വിധത്തിലാണുള്ളത് ബ്രഹ്മചര്യം. ഗൃഹസ്ഥന്മാരിലും 4 ഭേദങ്ങളുണ്ട്. കൃഷി, കച്ചവടം മുതലായിട്ടുള്ള ഉപജീവന മാർഗത്തോടു കൂടിയത്, പൗരോഹിത്യ വൃത്തി നടത്തി ജീവിക്കുന്നത്, യാചിക്കാതെ കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞുകൂടുന്നത്, ഉഞ്ചവൃത്തി, ഇവയാണ് 4 ഭേദങ്ങൾ. ഈ ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിയിലോ കൃഷി കഴിഞ്ഞ ശേഷം വയലിലോ വീണ് കിടക്കുന്നതായിട്ടുള്ള ധാന്യങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് അതുകൊണ്ടുള്ള ഉപജീവനമാണ് ഉഞ്ചവൃത്തി എന്ന് പറയുന്നത്. വാനപ്രസ്ഥന്മാരിലും 4 വകഭേദങ്ങളുണ്ട്. വൈഖാനസന്മാർ, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കായ, കിഴങ്ങ് മുതലായതൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്നത്. ബാലഖില്യന്മാർ, പുതിയ ഭക്ഷണം കിട്ടിയാൽ കയ്യിലുള്ള പഴയ ഭക്ഷണ പദാർത്ഥങ്ങളെ ഉപേക്ഷിക്കുന്നവർ. ഔദുംബരന്മാർ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന ദിക്കിൽ പോയി അവിടെ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആഹാരം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ഭേനപന്മാർ, താഴെ വീഴുന്ന പഴങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ഇവരാണ് വാനപ്രസ്ഥ വിഭാഗത്തിൽ 4 വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ. ഇനി സന്യാസത്തിലുമുണ്ട് ഇതുപോലെ. കുടീചകൻ, ഒരാശ്രമത്തിൽ താമസിച്ച് ആശ്രമധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് കഴിയുന്നവൻ കുടീചകൻ എന്ന് പറയും. ബഹുവോദൻ അല്ലെങ്കിൽ ബഹൂതകൻ എന്ന് പറയും. കർമ്മത്തിന് പ്രാധാന്യം കൽപ്പിക്കാത്തവനാണ് ബഹുവോദൻ. ഹംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനാഭ്യാസത്തിൽ നിഷ്ഠയോടുകൂടിയവനാണ് ഹംസൻ. നിഷ്ക്രിയൻ അല്ലെങ്കിൽ പരമഹംസൻ എന്ന് പറയും. ആത്മതത്വ അനുഭൂതി സാധിച്ചതായിട്ടുള്ള പരമഹംസനായിട്ടുള്ള ആൾ, അയാൾ നിഷ്ക്രിയൻ എന്നും പറയാറുണ്ട്. ഇങ്ങനെ 4 ഭേദം സന്യാസിമാരിലും ഉണ്ട്. ഈ 4 ആശ്രമങ്ങളും ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങളിൽ നിന്ന് ഉണ്ടായി. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ. അതുപോലെ തന്നെ അധ്യാത്മശാസ്ത്രം, വൈദിക ശാസ്ത്രം, കൃഷി, വ്യവസായം ഇവയെ പ്രകാശിപ്പിക്കുന്ന ശാസ്ത്രം, രാജ്യതന്ത്രം, ഇവയും 4 വ്യാഹൃതികളും ബ്രഹ്മാവിൻ്റെ കിഴക്ക് മുതലായ മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഓം ഭൂർഭുവസ്വഹ എന്നീ 3ആയും ഈ 3ഉം കൂടിച്ചേർന്ന് സമസ്തപദമായിട്ടുമാണ് 4 വ്യാഹൃതികളുള്ളത്. ഇവയൊക്കെ ബ്രഹ്മദേവൻ്റെ മുഖങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ നിന്നുണ്ടായതിനെക്കുറിച്ചിട്ട് പറയാം. ബ്രഹ്മദേവൻ്റെ ഹൃദയാകാശത്തിൽ നിന്ന് ഓം എന്ന മന്ത്രമുണ്ടായി. ബ്രഹ്മാവിൻ്റെ രോമങ്ങളിൽ നിന്ന് 28 അക്ഷരങ്ങളുള്ള ഉഷ്ണിക് എന്ന് പറയുന്നതായിട്ടുള്ള ഛന്ദസ്സും, ത്വക്കിൽ നിന്ന് 24 അക്ഷരങ്ങളുള്ള ഗായത്രി ഛന്ദസ്സും, മാംസത്തിൽ നിന്ന് 44 അക്ഷരങ്ങളുള്ളതായ തൃഷ്ടുപ്പ് എന്ന ഛന്ദസ്സും, ഞരമ്പുകളിൽ നിന്ന് 32 അക്ഷരങ്ങളുള്ള അനുഷ്ടുപ്പ് എന്ന ഛന്ദസ്സും, അസ്ഥിയിൽ നിന്ന് 48 അക്ഷരങ്ങളുള്ള ജഗതി എന്ന് പറയുന്നതായിട്ടുള്ള ഛന്ദസ്സും ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ മജ്ജയിൽ നിന്ന് 40 അക്ഷരങ്ങളുള്ളതായ പങ്ക്തി എന്ന് പറയുന്ന ഛന്ദസ് ഉണ്ടായി. പ്രാണവൃത്തികളിൽ നിന്ന് 36 അക്ഷരങ്ങളുള്ള ബൃഹതി എന്ന ഛന്ദസ് ഉണ്ടായി. ജീവനിൽ നിന്ന് കാ മുതൽ മാ വരെയുള്ള 25 വർഗാക്ഷരങ്ങളുണ്ടായി. ശരീരത്തിൽ നിന്ന് ആ മുതൽ ഔ വരെയുള്ള 16 സ്വരാക്ഷരങ്ങളുണ്ടായി. ബ്രഹ്മദേവൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഷ ഷ സാഹ എന്നീ ഊഷ്മാക്കളുണ്ടായി.
ബലത്തിൽ നിന്ന് യാ രാ ലാ വ എന്നീ അന്തസ്ഥങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്രീഡാ വ്യാപാരത്തിൽ നിന്ന് സംഗീതത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള സപ്തസ്വരങ്ങളുണ്ടായി. അത് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം, സരി ഗ മ പ ധ നി എന്ന് പറയുന്നതായ രീതിയിൽ ഇവയാണ് സപ്തസ്വരങ്ങൾ. ഇവയുണ്ടായി. വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള, അതായത് വൈഖരി സ്വരൂപത്തിൽ കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നതായിട്ടും ബ്രഹ്മസ്വരൂപത്തിൽ സൂക്ഷ്മമായിട്ടും ഉള്ളതും രൂപഭേദങ്ങളോടുകൂടിയ ശബ്ദബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവിന്, അതായത് ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം, ആ വേദസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവിന് സഗുണം നിർഗുണം എന്നീ ഭാവങ്ങളിൽ പൂർണ്ണനായ പരമാത്മാവ് വിവിധ ശക്തികളെ കൊണ്ട് പല പല രൂപങ്ങളോടുകൂടിയവനായും സർവവ്യാപിയായ ഏകത്വമായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനന്തരം മറ്റൊരാകൃതിയെ സ്വീകരിച്ചതായിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടിക്ക് വേണ്ടി സങ്കല്പിച്ചു. ഇതൊക്കെ സങ്കല്പ സൃഷ്ടി ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. സങ്കല്പിക്കുന്നു, അവയൊക്കെ ഉണ്ടാവുന്നു. അധികം വീര്യശക്തി ഉള്ളവരാണെങ്കിൽ കൂടിയിട്ട് മരീചി മുതലായ ആളുകളുടെ സൃഷ്ടികർമ്മം വേണ്ടത്ര പുരോഗമിക്കുന്നില്ല എന്ന് അറിഞ്ഞ് സ്വയം വിചാരിച്ചിട്ടാണ്, ഞാൻ എപ്പോഴും സൃഷ്ടികർമ്മത്തിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നിട്ടും ഈ പ്രജകളൊന്നും വർദ്ധിക്കുന്നില്ലല്ലോ, എന്താണ് വിഘ്നത്തിന് കാരണം? ഇങ്ങനെ ചിന്തിച്ച ബ്രഹ്മദേവൻ്റെ ശരീരം അപ്പോൾ രണ്ട് സ്വരൂപമായി തീർന്നു. രണ്ടായിട്ട് പിരിയാണ് ശരീരം. ഇപ്പോൾ രണ്ടായി പിരിഞ്ഞതായിട്ട് ശരീരത്തെയാണ് കായം എന്ന് പറയുന്നത്. കായം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമുണ്ടല്ലോ സംസ്കൃതത്തിൽ. അപ്പോൾ ആ കായത്തിൽ നിന്ന് രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായി. ബ്രഹ്മദേവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന്, ഇടത് ഭാഗത്തു നിന്നൊരു സ്ത്രീയും വലതു ഭാഗത്തു നിന്നൊരു പുരുഷനും ഉണ്ടായി. അതിൽ പുരുഷനെയാണ് സ്വയംഭുവമനു എന്ന് പറയുന്നത്, സ്ത്രീയാണ് ശതരൂപ എന്ന് പറയുന്നത് അവരുടെ പേര്. അന്നു മുതലാണ് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പ്രജകൾ വർദ്ധിച്ചു വരുന്നതായത് ഒരു സംഭവം ഉണ്ടായത്. അതായത് സങ്കല്പ സൃഷ്ടി എന്നുള്ളത് മാറി. ഈ സ്വയംഭുവമനുവിന് ശതരൂപാദേവിയിൽ 5 സന്താനങ്ങളുണ്ടായി. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ പുത്രന്മാരും ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെയുള്ള പുത്രിമാരും ഉണ്ടായി. മനുവിൻ്റെ സന്തതികൾ അവരിൽ ആകൂതിയെ രുചിപ്രജാപതിക്കും, ദേവഹൂതിയെ കർദമ പ്രജാപതിക്കും, പ്രസൂതിയെ ദക്ഷപ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ സന്തതി പരമ്പര കൊണ്ട് ലോകം നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ 12ാം അധ്യായം ഉപസംഹരിക്കുന്നത്. ബാക്കി കഥകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിയോം.